ഞാപ്പോ എന്താ കൊടുക്കായിട്ട് പോണ് വെള്ളം ഞാൻ അറിഞ്ഞിട്ട് വന്നാണ്. എന്താണ് സുഖമില്ലാന്ന് പറഞ്ഞു. ഇമ്മാക്ക് ചായ കൊടുക്കാൻ വേണ്ടിട്ടാണ് ഇമ്മാക്ക് വെച്ചടാ. എന്താണ് അപ്പൊ ഇജ്ജൊന്നും അറിഞ്ഞിട്ടില്ല? കുഞ്ഞാപ്പോ അല്ലേ? ഇവിടെ എല്ലാരും വന്നിന്ന് അങ്ങനെ പറഞ്ഞിട്ട് എന്താ സുഖമില്ലാന്ന് പറഞ്ഞാട്ടാ. മോനെ ഇമ്മ പാവട്ടാ. ഇമ്മ പനി കഴിഞ്ഞ് വരേന്ന്. പനി കഴിഞ്ഞ് വന്ന പാടെ ഇമ്മാക്കാട് തലയെത്തി വന്ന്. ഞാൻ ഉണ്ടായിട്ടില്ലട്ടാ. പാവം മാളു എവിടുന്ന അമ്മായിന്റെ അവിടുന്ന് ഒന്ന് വരേത്ര. മാളു ഇല്ലേ ഞാൻ ഇനി ഓളെ കല്യാണം കഴിക്കാന്നും ചോദിക്കൂല. ഇമ്മ അറിയും എന്റെ പെങ്ങളാണ് ഓള്. ഇനി ഓളോട്ട് അങ്ങനെയൊന്നും പറയതിട്ടാന്ന്. ഞാൻ ഇനി പറയില്ല. പാവല്ലേ മാളാണ് മന രസിച്ചത്. മാള് എന്നിട്ട് മോനെ ഫോൺ വിളിച്ചത്രേ ഒരു ഓട്ടോസക്കാർക്ക് വേണ്ടിട്ട്. അപ്പൊ മോനെ ആള് പറയില്ല ഇന്ന് നിങ്ങള് സൂക്ഷിക്കുക എന്ന് പറഞ്ഞിട്ട് മൊബൈലില് മൊബൈൽ കാര്യം കുടുങ്ങി. ആളിങ്ങനെ പറഞ്ഞിട്ട് ഓട്ടോസ വിളിക്കാൻ കിട്ടണ്ടേ. അപ്പൊ വേറെ ആൾക്കാരൊന്നും വിളിച്ചപ്പോൾ അങ്ങനെ തന്നെ ആള് പറയാണ്. അങ്ങനെ മാള് ഉമ്മാനായിട്ട് ആശുപത്രിക്ക് പോയപ്പോ ഡോക്ടർ പറഞ്ഞത്ര അല്ല അവിടുത്തെ നൈസോ അവര് പറഞ്ഞ ഡോക്ടർ ഇപ്പൊ പോയിട്ടുള്ളൂ. നിങ്ങൾക്ക് ഒരു 5 മിനിറ്റ് 10 മിനിറ്റ് വരെ മുന്നേ വരാണെങ്കിൽ അതെല്ലാരും പറഞ്ഞ ഈ ഫോണ് വിളിച്ചാ കിട്ടണ്ടേ. ആളിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കല്ലേ. സ്വയരക്ഷ എന്താണ് എന്താ അജ്ഞാത കോള് വരുമ്പോഴേ അജ്ഞാത കോള് ഇങ്ങനെ പരിചയമില്ലാത്ത മൊബൈൽ കോള് വീഡിയോ കോളൊക്കെ ഉണ്ടല്ലോ അതാവും. എന്നോട് പറയാന് നേരെ മക്കി. എന്നിട്ട് മാള് ഓട്ടോറിക്ഷ വിളിച്ചിട്ട് പാവം അമ്മാന് പൊന്നാനി കൊണ്ടുപോയിട്ട് അവിടെ എന്താ പ്രൈവറ്റ് ഹോസ്പിറ്റലാ അവിടെ കൊണ്ടുപോയിട്ട് മരുന്നൊക്കെ പറഞ്ഞാക്ക് എന്താണ് ബീറ്റ് കുറഞ്ഞതാണ്. കുറഞ്ഞ എന്താണ് എന്തേലും വിഷമം ടെൻഷൻ വിഷമം എന്തെങ്കിലും ഉണ്ടാവേ. അങ്ങനെ മോനെ ഇമ്മാക്ക് വെച്ചാതെ ഉമ്മാനോട് കൊടുന്നപ്പ മോനെ എന്നോട് പറയാന് സുബൈദാത്ത വന്നിക്കണ്, മറ്റേ താത്ത വന്നിക്കണ്, ജാനേച്ചി വന്നിക്കണ്. എല്ലാരും കുത്തും കുറിച്ച് ഉമ്മാനെ കാണാൻ വന്നിക്കാണ്. ഈ വന്ന ആൾക്കാർ രാവിലെ മുതൽ വന്നിട്ട് വർത്താനം പറഞ്ഞിരിക്കാണ്. ഇന്ന് വന്ന ആൾക്കാരെന്താ ഒന്നും കൊടുത്തിട്ടില്ല. ഞങ്ങക്ക് നഷ്ടായടാ. പഞ്ചാരും ചായപ്പൊടിയും ഒക്കെ ചെലവായി. ചായ ഉണ്ടാക്കി കൊടുക്കണ്ടേ. ഞങ്ങളാണെങ്കിൽ മോനെ ഒന്നും ഇല്ലായിരുന്നു. അന്ന് ചാത്താളുടെ പോയപ്പോ കുറച്ച് ചായപ്പൊടിയും പഞ്ചാരും മേടിച്ചു കൊടുത്തിരുന്നു. അത് അലമാരയിൽ വെച്ച് ഞങ്ങളെ അത് ഇവരൊക്കെ കണ്ട്. അപ്പൊ ഉമ്മ പറഞ്ഞു കുഞ്ഞാപ്പോ അവർക്ക് വെച്ചല്ലോ ചായ ഉണ്ടാക്കി കൊടുക്കാൻ ഇപ്പൊ എന്താ ചെയ്യാ. അപ്പൊ ഞാൻ പറയും ഉമ്മക്ക് വെച്ചാന്ന് പറഞ്ഞു. അപ്പൊ അതിന് സുബൈദ പറയാ വേണ്ട ഇനിയിപ്പൊ നിങ്ങള് പറഞ്ഞിട്ട് ചായ കുടിച്ചില്ലല്ലോ വെച്ചിട്ട് സുബൈദ ആ ചായപ്പണിയും പഞ്ചാരൊക്കെ കഴിച്ചു. ഇമ്മ പറയാ എന്താ സന്തോഷിക്കാൻ വേണ്ടി വന്നതാവും. അല്ലെങ്കിൽ പെരേക്ക് കടന്നു നോക്കൊന്നുമില്ല. അടുത്ത് കൂടെ പോയാൽ കൂടിയും കടന്നു നോക്കുന്നില്ല. വന്നിക്കണ് ചായപ്പണി പഞ്ചാരൊക്കെ കഴിക്കാൻ വേണ്ടിട്ട്. എന്നോട് പറയാ എന്നിട്ട് പൊക്ക പോയി ഇന്നലെ. ഇപ്പൊ എന്നിട്ട് ഉമ്മ എന്നിട്ട് മോനെ വെച്ചിട്ടല്ല വെച്ചിട്ട് വയ്യാതെ പെരയെ കിടന്നിട്ട് കാര്യമില്ലോ. ഞാൻ എന്നിട്ട് പോയിക്കോട്ടെ പോയക്കോട്ടെ നബീസാത്താർക്ക് പറഞ്ഞിട്ട് ഇമ്മ രാവിലെ പോയതാണ്. ഇക്കങ്ങ ഈ നേരത്തെ ചായൻ്റാളം കുടിച്ചിട്ട് ഭയങ്കര ജാതി വിഷമാണ്. അപ്പൊ മോനെ ആരും ഇല്ല. അപ്പൊ ഞാൻ കുറച്ച് ചായൻ്റാളം കുടിക്കാൻ വേണ്ടിട്ട് സുഖമില്ലാതെ കിടക്കാറിന് ആള് മാറിയാ അത് ഇന്നലെ അപ്പൊ ഇന്നലത്തോടൊക്കെ മാറി രാവിലെ പോയിക്കണ്. അതെന്താണ് ബസ്സറ് കുറഞ്ഞതും കൂടിയതൊക്കെ അല്ലേ. അപ്പൊ ഇനി മാളുവിനെ കണ്ടിട്ട് നന്ദി പറയാൻ പറഞ്ഞു. ഇമ്മ അറിഞ്ഞത് ഓളൊന്നും ഇനി പറയാൻ നിക്കണ്ട. അപ്പൊ എന്നുള്ള കാരണം രസപ്പെട്ടിരുന്നു. എനിക്കൊന്നും പറഞ്ഞിട്ടില്ലല്ലോ. ഞാൻ എന്നാള് പറഞ്ഞല്ലേ കല്യാണം കഴിക്കണമെന്ന് മാളുവിനെ. അന്ന് തന്നെ അവർക്ക് ദേഷ്യം കഴിക്കണ്. മാള് പറഞ്ഞ് ഇനി ഓള് കല്യാണമൊക്കെ അവർക്ക് ആലോചിച്ച് കഴിയുന്നത്രേ. മടങ്ങല്ല ഓള് ഞാനായി ചോദിച്ചപ്പോ തന്നെ ഓൾക്ക് ഇനി ജീവിതത്തിൽ കല്യാണം തന്നെ വേണ്ടാന്ന് നടത്തിയത്. ഓള് ഇന്നെ കാണുമ്പോ അവർക്ക് ഭ്രാന്തായിരുന്നു. എന്നിട്ട് പണ്ടാറേ ഇന്നെ കല്യാണം അന്വേഷിക്കാൻ വന്നടാ എന്നിട്ട് ചൂടുകെട്ടിട്ട് അടിക്കാൻ വന്ന മാളുവായിരുന്നു. എന്നാലും ഇവിടെ കൊണ്ടാക്കിയിരുന്നു. അപ്പൊ ഞാൻ മാളുവിനോട് പറഞ്ഞു മാളു ഞാൻ കല്യാണം കഴിക്കൂലട്ടാ പറഞ്ഞു. അപ്പൊ ഓള് പറയാ സാരല്ലേ കുഞ്ഞാപ്പുക ആയിക്കോട്ടെ കുഞ്ഞാപ്പുകന്ന് പറഞ്ഞു. അല്ലെ ഓളല്ലേ മൺ രസിച്ചതില്ലേ എത്ര ആൾക്കാരായിക്കൂടെ പോയില്ലേ അതില് വന്ന ഇത്ര ആൾക്കാര് പോയിട്ടൊന്നുമില്ല. മാളാണ് ആദ്യം പോയത്. അതോടാണ് ഉമ്മ കണ്ടത്.
എന്നാലും ആള് അങ്ങനത്തെ ഒരു പെണ്ണെന്നല്ല കേട്ടോ എപ്പോഴും മനസ്സിലാവുന്നത്. ആ ഇനി ഓളെ കല്യാണം കഴിക്കണ്ടല്ലേ? ഇനി വേണ്ട. ഉമ്മ പറഞ്ഞു കേൾക്കണ്ട. ഓളെ എന്റെ ഒന്നല്ലെങ്കിൽ താത്തല്ലേ, എന്റെ പെങ്ങളല്ലേ, പെങ്ങളെ പറഞ്ഞില്ലേ? അമ്മ പറഞ്ഞു ഇനി ഓളെ ഞാൻ കല്യാണം പെങ്ങളെ മാതിരി കാണാൻ പറഞ്ഞ. ഇനി ആ തടിച്ച താത്താനെ കല്യാണം കഴിച്ചാലോ? ഏത് അന്ന് കണ്ട് അതിപ്പോ എന്താ ഇപ്പൊ വലിയ വിവരമുണ്ടാ? ഒന്നുകൂടെ ആലോചിച്ചോക്കിയാലോ? അല്ല അതിന്റെ വലിയ വിവരമുണ്ട് ഇപ്പൊ. ഞാൻ എന്നാലേ ആ തടിച്ച താത്ത എവിടെയെങ്കിലും ഉണ്ടാവും, അവിടെ പോയിട്ട് ഒന്നും കല്യാണം കഴിക്കാൻ ചോദിച്ചോട്ടെ. പാവല്ലേ, അതിനൊരു ജീവിതം കൊടുക്കണെങ്കിൽ അതിന് സന്തോഷാവൂലേ? ആരൊക്കെ പറഞ്ഞു ഞാനും ആ താത്തി നല്ല ജോലിയൊക്കെ അത്രേ. അപ്പൊ ഇന്നാളൊരു ബ്രോക്കർ വന്നില്ല, അയാളെ വിട്ടിട്ടേ അയാളോട് പറഞ്ഞിട്ട് ആലോചിച്ചോക്കല്ലേ. എന്തായാലും ഇപ്പൊ ഇനിയിപ്പോ ഇങ്ങനെ പറ്റൂലല്ലോ. ഇങ്ങനെ പറ്റൂലടാ, നീ മാക്കിറങ്ങി വജാതം വരികല്ലേ. ഇക്കാണെങ്കിൽ കഞ്ചും കാലം കടച്ചിലൊക്കെ തന്നെയാണ് തന്നെ. അപ്പൊ പിന്നെ ഈ മഞ്ഞ് നോക്കാൻ ആള് വേണ്ട. വേണോ? ഇന്ന് ഞാൻ പോട്ടെ. ചായ ചായകളൊന്നും വേണ്ടല്ലോ. വേണ്ട, ചായ ഉണ്ടാക്കി കുടിച്ചാൽ മതി.